أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون സ്നേഹാദരണീയരായ നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും സുഖത്തിലും ദുഃഖത്തിലും ക്ഷാമത്തിലും ക്ഷേമത്തിലും പ്രയാസത്തിലും എളുപ്പത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും ജീവിതത്തിന്റെ വ്യത്യസ്തമായ എല്ലാ അവസരങ്ങളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തോട് ചേർത്തു പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയത്, ഇതിന്റെ പിന്നിലുള്ള മുഴുവൻ അധ്വാനങ്ങളും പ്രയത്നങ്ങളും നാളെ പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ കർമ്മമായി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. കേരള നദവത്തുൽ മുജാഹിദീൻ എന്ന കേരളത്തിലെ ആധികാരിക ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനം അതിന്റെ നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമെന്നോണം കോവിഡാനന്തര കാലത്ത്, അല്ലെങ്കിൽ കോവിഡിന്റെ കൂടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയ ഈ കാലത്ത് ഏറെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വിവരം സ്വാഗത പ്രസംഗം മുതൽ ഏറ്റവും അവസാനം നടന്ന ആശംസാ പ്രസംഗങ്ങളിലൂടെ വരെ നമ്മളൊക്കെ മനസ്സിലാക്കുകയുണ്ടായി. ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമൂഹത്തിന് ഏറെ പ്രസക്തമായ ഒരു വിഷയത്തിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കേരള നദവത്തുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ച ഈ ക്യാമ്പയിനിന്റെ തലക്കെട്ട് നമ്മളൊക്കെ കേട്ടതുപോലെ ഹസ്ബുനല്ലാഹ്. നമ്മൾ മനുഷ്യർ അനുഭവിക്കുന്ന ഒട്ടനവധി പ്രയാസങ്ങളുണ്ട്. 2 വർഷക്കാലം നീണ്ടുനിന്ന കോവിഡ് മഹാമാരി 2019 നവംബർ മുതൽ 2021 നവംബർ വരെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ ലോകത്ത് നിലനിന്നു. ഈ 2 വർഷം കൊണ്ട് കോവിഡ് മഹാമാരി മനുഷ്യ ജീവിതത്തിന്റെ ഏതൊക്കെ തലങ്ങളെയാണ് ബാധിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഏത് തലങ്ങളെയാണ് ബാധിക്കാത്തത് എന്ന മറു ചോദ്യത്തിൽ അവസാനിക്കും. ഏകദേശം മനുഷ്യ ജീവിതത്തിന്റെ സകല തലങ്ങളെയും സകല മേഖലകളെയും കോവിഡ് മഹാമാരി ബാധിച്ചു. ചിലയിടങ്ങളിൽ അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയപ്പോ ചില തലങ്ങളിൽ ചിലർക്കത് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. നമ്മുടെ ഇന്ത്യയിലെ കോടീശ്വരന്മാരായ അദാനി അംബാനിമാർക്കൊക്കെ കോവിഡ് മഹാമാരി കൊയ്ത്തുകാലമായിരുന്നു. അവരുടെ സാധാരണ വരുമാനത്തിന്റെ 50% കോവിഡ് കാലത്ത് അവർ ലാഭം കൊയ്തത്. അങ്ങനെ ചില തലങ്ങളിൽ കോവിഡ് ഭയങ്കരമായ ലാഭമുണ്ടാക്കി കൊടുത്തു. ഒരുപാട് ഇടങ്ങളിൽ കോവിഡ് ഭയങ്കരമായ നഷ്ടമുണ്ടാക്കി കൊടുത്തു. കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് മനുഷ്യ ജീവിതത്തിന്റെ ഏതു മേഖലയിലാണ് എന്ന വിഷയത്തിൽ പഠനം നടക്കുന്നുണ്ട് ലോകത്ത്. ഇപ്പൊ മനസ്സിലായത് കോവിഡ് എന്ന ഈ രോഗം
അതുമൂലമുണ്ടായ അടച്ചിടലുകളും ഏറ്റവുമേറെ നഷ്ടമുണ്ടാക്കിയത് മനുഷ്യന്റെ ധാർമ്മിക സദാചാര രംഗത്താണ് എന്നത് ഒരു പഠന റിപ്പോർട്ടാണ്. മനുഷ്യന്റെ ധാർമ്മിക സദാചാര രംഗത്ത് കോവിഡ് കൊണ്ടുണ്ടായ 2 വർഷത്തെ അടച്ചിടലുകൾ ഭീകരമായ അപകടത്തിന് കളമൊരുക്കിയിട്ടുണ്ട്. അതിന്റെ തെളിവുകളാണ് ഇപ്പൊ കഴിഞ്ഞ 1-2 മാസമായി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും ഒക്കെ. കൊലപാതകങ്ങളും പിടിച്ചുപറിയും ആത്മഹത്യകളും അതുപോലെ തന്നെ മനുഷ്യന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന വലിയ വലിയ കുറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ വർത്തമാന പത്രങ്ങളൊക്കെ. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലേക്കൊന്നും പോകണ്ട. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കോവിഡിന്റെ 2 കൊല്ലക്കാലം ഉണ്ടാക്കിയ വിടവ് വളരെ വലുതാണ്. വിവാഹമോചനങ്ങൾ വളരെയേറെ വർദ്ധിച്ചു. ഒളിച്ചോട്ടങ്ങൾ അതിന്റെ കണക്കുകൾ ഏറ്റവും ഉയർന്ന തലത്തിലെത്തി. വീടകങ്ങളിൽ കുടുംബങ്ങളിൽ തന്നെ തെറ്റിനിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, മക്കൾ ഇവർക്കിടയിലുള്ള അകലങ്ങളൊക്കെ ക്രമാതീതമായി വർദ്ധിച്ചു. മയക്കുമരുന്നിന്റെ അളവ് ലോക ചരിത്രത്തിൽ ഇത്രയേറെ വർദ്ധിച്ച ഒരു കാലയളവ് മുമ്പുണ്ടായിട്ടില്ല അല്ലേ? കോവിഡ് കാലത്ത് ഏറ്റവും ലാഭമുണ്ടാക്കിയ 2 ബിസിനസ്സുകൾ, ഒന്ന് മയക്കുമരുന്നും മറ്റൊന്ന് പോൺ വീഡിയോ അഥവാ വൃത്തികെട്ട ലൈംഗികതയുടെ വീഡിയോകൾ കമ്പോളത്തിൽ വിൽക്കുന്ന ആ വകുപ്പുമാണത്രേ ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ലാഭമുണ്ടാക്കിയ 2 ബിസിനസ് മേഖലകൾ. കുടുംബ ബന്ധങ്ങളിലൊക്കെ വളരെ വലിയ പിളർപ്പുണ്ടായി. വ്യഭിചാരമടക്കമുള്ള കുടുംബത്തിന്റെ ധാർമ്മികതയെ തകർക്കുന്ന വൃത്തികേടുകൾ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു. പ്രിയപ്പെട്ട ഭാര്യമാരെ വിട്ടെറിഞ്ഞു പോകുന്ന മക്കള്, വിട്ടെറിഞ്ഞു പോകുന്ന ഭർത്താക്കന്മാരുടെ എണ്ണം കൂടി. 10-40 വയസ്സായിട്ടും 2-3 മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് 18കാരന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ധൈര്യമുള്ള അമ്മമാരുടെ, ഉമ്മമാരുടെ എണ്ണം നമ്മുടെ നാട്ടിലെന്നല്ല ലോകത്തെല്ലായിടത്തും കൂടി. ഒരുപാട് സദാചാര പ്രശ്നങ്ങളുണ്ടായി കോവിഡാനന്തരം. എന്താ കാരണം? ആ കാരണം കൂടി പറഞ്ഞ് ഞാൻ എന്റെ അസ്മുനയിലേക്ക് പ്രവേശിക്കും. ലോകത്തിലെ മനുഷ്യർക്ക് നന്മയുടെ സന്ദേശവുമായി കടന്നു വന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം നമ്മളോട് കൽപ്പിച്ച ഒരു കൽപ്പനയുണ്ട്. സലുല്ലാഹ ഇൽമൻ നാഫിഅ. നിങ്ങൾ അല്ലാഹുവിനോട് ഉപകാരപ്രദമായ അറിവ് ധാരാളമായി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടണം. എന്തിൽ നിന്ന്? അപകടകരമായ അറിവ് നമ്മുടെ തലയിലേക്ക് കയറുന്നതിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടണം. എന്താ പറഞ്ഞേ? ഉപകാരപ്രദമായ അറിവ് അത് വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅൻ. അല്ലാഹുവേ, നാഫിയായ ഇൽമ്, ഉപകാരപ്രദമായ ഇൽമ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ ജീവിതത്തിൽ പലവട്ടം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ആ കൽപ്പനയുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് നമ്മളോട് കൽപ്പിച്ച നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടണം. എന്തിൽ നിന്ന്? ഉപകാരപ്രദമല്ലാത്ത അറിവ്, നമ്മളെ നശിപ്പിക്കുന്ന, തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന, വേണ്ടാത്തരങ്ങൾ തോന്നിപ്പിക്കുന്ന, വേണ്ടാത്തരങ്ങളിലേക്ക് പ്രലോഭിപ്പിക്കുന്ന ആ വൃത്തികെട്ട അറിവുണ്ടല്ലോ, വേണ്ടാത്ത അറിവുകൾ, തെറ്റായി പോകുന്ന അറിവുകൾ, ആ അറിവുകൾ എന്റെ തലയിലേക്ക് കയറുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ കാത്തോളണേ എന്ന് പ്രാർത്ഥിക്കാനും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷവും ഏറ്റവും ഗൗരവത്തോടുകൂടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അർബഇ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അർബഇ. അല്ലാഹുവേ, 4 മഹാദുരന്തങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു, നീ എന്നെ കാത്തോളണം. 4 വലിയ അപകടങ്ങൾ, ആ അപകടത്തിൽ ഞാൻ പെട്ടുപോകാതിരിക്കാൻ നീ എന്നെ കാത്തോളണം, ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. ആ 4 മഹാദുരന്തങ്ങളിൽ ഒന്നാമത്തേതായി ലോകത്തിന്റെ ഗുരുനാഥൻ പറഞ്ഞത് ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ കാത്തോളണേ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തെ മനുഷ്യന് ഏറ്റവുമേറെ ഉപകരിക്കുന്ന ഒന്നാണ് ഉപകാരപ്പെടുന്ന അറിവ്.
എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ നശിപ്പിച്ചു കളയുന്ന, അവനെ വൃത്തികെട്ടവനാക്കുന്ന ഒരു ഏർപ്പാടാണ് ഉപകാരപ്പെടാത്ത അറിവ് അവന്റെ തലയിലേക്ക് കയറുക എന്നത്. കോവിഡ് മഹാമാരിയുടെ 2 കൊല്ലക്കാലത്ത് ഉപകാരപ്പെടുന്ന അറിവിന്റെ സകല വാതിലുകളും അടഞ്ഞു. പള്ളികളും പള്ളിക്കൂടങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ വാതിലുകളും അടഞ്ഞു. എന്നാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ, ഇന്റർനെറ്റുകളിൽ വൃത്തികേടിന്റെ, വേണ്ടാത്തരത്തിന്റെ ആയിരക്കണക്കിന് വാതിലുകൾ അത് മനുഷ്യന്റെ മുമ്പിലേക്ക് തുറന്നിട്ടു. നമ്മുടെ മക്കൾ, യൗവനങ്ങൾ, കൗമാരങ്ങൾ, അവരുടെ തലയിലേക്കൊക്കെ കോവിഡ് കാലത്ത് അടിച്ചു കയറ്റിയ വൃത്തികേടുകൾ, വേണ്ടാത്തരങ്ങൾ, തോന്നിവാസങ്ങൾ കണക്കില്ലാത്ത അത്രയുമാണ്. അതിന്റെ പരിണിത ഫലം ഇന്ന് സമൂഹം അനുഭവിക്കാൻ മാത്രമല്ല, ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ അമേരിക്കയുടെ ആറ്റം ബോംബുകളുടെ നാശഫലങ്ങൾ പതിറ്റാണ്ടുകൾ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്നുവെങ്കിൽ ഈ 2 കൊല്ലം കൊണ്ട് കോവിഡ് മഹാമാരിയുടെ അനന്തരഫലമായി മനുഷ്യന്റെ ബുദ്ധിയിലേക്കും ചിന്തയിലേക്കും ഇറങ്ങിയ ഈ വൃത്തികേടുകൾ ഉണ്ടല്ലോ, അത് മാറാൻ നമ്മൾ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ബാപ്പിയൊക്കെ രണ്ടാളും പാടൊക്കെ പോയിട്ട് ഇഷ്ടപ്പെട്ട്, നാട്ടുകാരും കുടുംബക്കാരൊക്കെ പോയി ഇഷ്ടപ്പെട്ട് ഒരു കല്യാണമൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് എത്ര കാലമായി കൂട്ടരെ. ഞാൻ സാധാരണ കല്യാണത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കാറില്ലേ, ഒരു ഓഡിറ്റോറിയത്തിലേക്കോ കല്യാണ പന്തലിലേക്കോ കല്യാണത്തിന് ചെന്നാല് അവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മുഖങ്ങൾ കാണല് പെണ്ണിന്റെയും ചെറുക്കന്റെയും മുഖം എന്നല്ല, ഓരോ മുഖത്തൊരു തരം ആശങ്കയ്ക്കാണ്. സന്തോഷത്തിന്റെ മുഖം കാണല് മാതാപിതാക്കളുടെ മുഖത്താ. പെണ്ണിന്റേതാവട്ടെ ചെറുക്കന്റേതാവട്ടെ മാതാപിതാക്കളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷക്കാരം. കല്യാണ പന്തലിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോ ഭയങ്കര സന്തോഷക്കാരം. കാരണം മക്കളുടെ കല്യാണമൊക്കെ ചെറുപ്പകാലത്ത് മറന്നു കിടക്കുന്ന കുട്ടിയുടെ അപ്പുറത്തും ഇപ്പുറത്തും കടന്ന് ഉമ്മയും ബാപ്പയും പങ്കുവച്ച ഒരു സ്വപ്നമുണ്ട്, നമ്മുടെ മക്കളുടെ കല്യാണം. അന്ന് മുതൽ വളർത്താൻ തുടങ്ങിയ സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ കല്യാണ ദിവസം മാതാപിതാക്കളുടെ മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കും, സന്തോഷമുണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് കല്യാണത്തിനൊന്നും പോയാല് ബാപ്പാന്റെയും മാന്റെയും മുഖത്തൊന്നും സന്തോഷം കാണില്ല. മരങ്ങോണ്ടുണ്ടാക്കിയ പോലെ മുഖം ഇങ്ങനെ നിർജീവ. ഉസ്താദ് വന്നോ, കേറിയിരിക്കും, അത്രേ ഉള്ളൂ ഔപചാരികത. അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. എന്തേ കാരണം എന്നറിയോ? നടക്കുന്ന കല്യാണങ്ങളിൽ ഒരുപാട് കല്യാണങ്ങള് മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ട കല്യാണമല്ല. ഓനോളെ ഇഷ്ടാണ്, ഓനോളെ പറ്റുള്ളൂ. ഓനെ ഇഷ്ടാണ്, ഓനൊപ്പേ പോവുള്ളൂ. പാപ്പ പറഞ്ഞു, പള്ളി കമ്മിറ്റി പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, പാർട്ടി പറഞ്ഞു, എല്ലാരും പറഞ്ഞു, ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നാട് വിട്ടുപോകും, വേണമെങ്കിൽ ഓനെ കെട്ടിച്ചെന്നോളി, അല്ലെങ്കിൽ ഓനെ കെട്ടിച്ചെന്നോളി. തീർന്ന് മാതാപിതാക്കൾ കീഴൊതുങ്ങി, നാട്ടുകാർ കീഴൊതുങ്ങി, പള്ളി കമ്മിറ്റി കീഴൊതുങ്ങി. അങ്ങനെ 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 ഈ ഒരു 2 കൊല്ലക്കാലം നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഉണ്ടല്ലോ, അത് ചെറുതല്ലാത്ത മാറ്റങ്ങളാ. ഈ 2 മാസത്തിന്റെ ഇടയ്ക്ക് 6 വിവാഹമോചന കേസുകളിൽ ഞാൻ പങ്കെടുത്തു. 6 വിവാഹമോചനമായി. ഒറ്റയൊന്നും നന്നായില്ല. സത്യത്തിൽ ഒരൊറ്റ പ്രശ്നത്തിൽ പോലും ഒരു തലാഖിന് കാരണമാകുന്ന, വിവാഹമോചനത്തിന് കാരണമാകുന്ന ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെറുക്കൻ പറഞ്ഞു, എനിക്ക് അവളെ വേണ്ട, എനിക്കിനി അവളെ വേണ്ട. പെണ്ണ് പറഞ്ഞു, ഞാൻ ഇനി അവന്റെ കൂടെ പോകുന്നില്ല. തീർന്നു. ആര് പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു ഉപദേശത്തിനും പ്രസക്തിയില്ല, ഒരു സമ്മർദ്ദങ്ങൾക്കും അവിടെ വിലയില്ല. അവര് പറഞ്ഞു, അവര് തീർത്തു. അതിനപ്പുറത്തേക്ക് ഒരു വിലയില്ല. സമൂഹത്തിൽ പരസ്പരമുള്ള വിശ്വാസം, പരസ്പരമുള്ള ആ ഒരു ബന്ധം ഉണ്ടായിരുന്നല്ലോ, ആ ബന്ധങ്ങളൊക്കെ കോവിഡ് കാലത്ത് അകലം പാലിക്കുക എന്ന ഒരു മുദ്രാവാക്യം രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായി നമുക്കൊക്കെ നമ്മുടെ ഗവൺമെന്റുകളും ആരോഗ്യ വകുപ്പ് നൽകിയിരുന്നു. ആ അകലം, ശരീരം കൊണ്ടുള്ള അകലം പാലിക്കാനാണ് ഗവൺമെന്റുകൾ ഉദ്ദേശിച്ചതെങ്കിൽ ആ അകലം മാനസികമായ അകലമായി തീരുകയും ആളുകൾ തമ്മിൽ വളരെ വലിയ അകലം ഉണ്ടാവുകയും ചെയ്തു. ഒരു ഉമ്മനോട് പറഞ്ഞത്, സാറേ നമ്മളെ മോനൊക്കെ ഹോട്ടലിൽ താമസിക്കുന്ന പോലെയാണ് വീട്ടിൽ താമസിക്കുന്നത്. ഭക്ഷണത്തിന്റെ സമയത്ത് ഇറങ്ങി വരുമ്പോഴും മോന്റെ ഇടത്തെ കയ്യിൽ മൊബൈൽ നിൽക്കാറും അതിന് നോക്കിക്കൊണ്ടോ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് ഫ്ലഷിന്റെ ചോട്ടിലേക്ക് കൈ നീട്ടി കൈ കഴുകിയിട്ട് ഓൻ അങ്ങനെ തന്നെ റൂമിക്ക് കയറി പോകും. പിന്നെ അടുത്ത ഭക്ഷണത്തിന്റെ നേരത്തെ ഇറങ്ങി വരിക. വീട്ടുകാരോട് സംസാരിക്കാറില്ല, പാപ്പാനോട് സംസാരിക്കാറില്ല, അനുജന്മാരോടും അനുജത്തിമാരോടും സംസാരിക്കാറില്ല. എന്നാൽ പാതിരാത്രി 12 മണിക്കും അവന്റെ റൂമിൽ നിന്ന് ഫോണിനോടുള്ള സംസാരത്തിന്റെ
വളരെ പതുങ്ങിയ ചെറിയ ശബ്ദങ്ങൾ നേരം പുലരും വരെ ഞങ്ങൾ കേൾക്കാറുണ്ട്. നീ എന്താണ് സംസാരിച്ചതെന്ന് ഏതെങ്കിലും ബാപ്പിമ്മി ധൈര്യം സംഭരിച്ച് മക്കളോട് ചോദിച്ചാൽ അവരുടെ കത്തുന്ന നോട്ടം താങ്ങാനാവാതെ മാതാപിതാക്കൾ തലമുനിക്കേണ്ടി വരുന്ന വല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഈ കോവിഡ് മനുഷ്യ സമൂഹത്തെ എത്തിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതിന് ഒരുപാട് തെളിവൊന്നും ഞാൻ തരേണ്ടി വരില്ല. നമ്മുടെ വീടകങ്ങളും നമ്മുടെ ജീവിതങ്ങളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് സാക്ഷിയാണ് എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് നമ്മളോട് പറയും. കാരണം മറ്റൊന്നുമല്ല, ലോകത്ത് മനുഷ്യർക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കേണ്ട നന്മയുടെ വാതിലുകൾ അടഞ്ഞു പോവുകയും മനുഷ്യർക്കൊരിക്കലും കിട്ടാൻ പാടില്ലാത്ത വൃത്തികേടിന്റെ തോന്നിവാസത്തിന്റെ വാതിലുകൾ ആയിരക്കണക്കിന് അവന്റെ ജീവിതത്തിലേക്ക് മലർക്കെ തുറന്നിടുകയും ചെയ്ത വലിയ ഒരു അപകടത്തിന്റെ അത്യാഹിതത്തിന്റെ മഹാദുരന്തത്തിന്റെ കാലമാണ് നമ്മുടെ മുമ്പിൽ കടന്നുപോയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇനിയും ആ പഴയ അവസ്ഥയ്ക്ക് മാറ്റം വന്ന് നല്ല അറിവിന്റെ വാതിലുകൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും വേണ്ടി തുറന്നിടുന്ന ഒരു വലിയ ലോകത്തേക്ക്, ഒരു വലിയ മാറ്റത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട്. ഇതുപോലത്തെ പരിപാടികൾ നാടുകളിലും വീട്ടുമുറ്റങ്ങളിലും വീടകങ്ങളിലും നമ്മുടെ വീടിന്റെ ഉള്ളറകളിലും ഇത്തരം വാക്കുകൾ നമ്മൾ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. ആളുകളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇതിലും മാരകമായ ഒരു ദുരന്തത്തിലേക്ക് മനുഷ്യവംശം എത്തിച്ചേരുമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പുതിയ കാലത്ത് നിങ്ങൾക്കറിയോ, എം എം അക്ബർ സാഹിബിനോടോ മുസ്തഫ തൻവീറിനോടോ ഒക്കെ നിങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക. ഈ കാലഘട്ടത്തിൽ നിങ്ങളെ തേടി മാതാപിതാക്കൾ വരാറില്ലേ കുട്ടികളെയും കൊണ്ട്? ഉസ്താദ്, ഒരു 5 മിനിറ്റ് എന്റെ കുട്ടിയോടൊന്ന് സംസാരിക്കണം, എന്റെ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. കുട്ടി ചെറുതല്ല, 18, 19, 20, 21 വയസ്സുള്ള മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മമാരും ബാപ്പമാരും സങ്കടത്തോടു കൂടി പറയാ, എന്റെ മകനോട് ഒരു 5 മിനിറ്റ് സംസാരിക്കോ. എന്താ പ്രശ്നം അറിയോ? മക്കളുടെ ചിന്തകൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ നിസ്കാരമില്ല, ഇപ്പൊ നോമ്പില്ല, ഇപ്പൊ ഖുർആൻ ഓതറില്ല. നിസ്കരിക്കാൻ പറഞ്ഞ അവൻ ചിരിക്കും. എന്തിനാണ് നിസ്കരിക്കുന്നത്? അതൊക്കെ പൊട്ടത്തരല്ലേ. 5 നേരം നിസ്കരിക്കാൻ ഇക്കാമത്ത് കേൾക്കുമ്പോഴേക്ക് പള്ളിയുടെ 1-ാം സഫിലേക്ക് വന്നിരുന്ന കുട്ടികൾ അവർക്ക് നിസ്കാരം മതിയാക്കിയിരിക്കുന്നു. എന്തേ കാരണം? അവരുടെ തലയിലേക്ക്, ചിന്തയിലേക്ക് നിരീശ്വരവാദത്തിന്റെ, ദൈവനിഷേധത്തിന്റെ പാഠങ്ങളാണ് ഈ കോവിഡ് കാലം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ, ഇന്റർനെറ്റുകളിലൂടെ അവരുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിച്ചത്. അത് തിരുത്താൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല, അത് തിരുത്താൻ നമ്മളത് അറിഞ്ഞിട്ടില്ല, നമ്മളത് കണ്ടിട്ടില്ല. ഇനി നമ്മൾ പറഞ്ഞാൽ തിരുത്താൻ പറ്റാത്ത വിധം നമ്മുടെ മക്കൾ മറ്റൊരു മേഖലയിലേക്ക് കാടുകയറി പോയിരിക്കുന്നു. പുതിയ കാലത്ത് പെൺകുട്ടികൾക്കൊക്കെ കല്യാണം കഴിക്കാൻ മടിയാണത്രേ. ആ വിവരം കേട്ട് ഞാനൊന്ന് ഞെട്ടിയിട്ടുണ്ട്. 16 വയസ്സാകുമ്പോഴേക്ക് പാപ്പാന്റെ കൂടെ അല്ലെങ്കിൽ ബ്രോക്കറുടെ കൂടെ വീട്ടുമുറ്റത്തേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരനെ കാണാൻ വാതിൽപ്പള്ളിയുടെ പിന്നാമ്പുറത്ത് നാണത്തോടുകൂടി ഒളിച്ചിരുന്ന നമ്മുടെ പെണ്ണന്മാരുടെ കാലമല്ല ഇപ്പോഴുള്ളത്. കല്യാണം വേണ്ടത്രേ. അതെന്താ കല്യാണം വേണ്ടാത്തത്? കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസാണ്. സ്ത്രീധന പീഡനം, ഗ്രഹപീഡനം, ഭർത്താവിന്റെ പീഡനം, അമ്മോശങ്കാക്ക, അമ്മായിമ്മ, നാത്തൂര്, ആന, കുതിര, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ. പഠിക്കാൻ അനുവാദമില്ല, ജോലിക്ക് പോകാൻ അനുവാദമില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങെങ്കിൽ അനുവാദങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. എന്തിനാ ഇടങ്ങേറാവണ്? കല്യാണം കഴിക്കാതെ ജീവിച്ചാ പോലെ. കല്യാണം കഴിക്കാതെ ജീവിക്കുക. അപ്പൊ ഒരുപാട് നഷ്ടങ്ങളില്ലേ? നഷ്ടങ്ങളില്ല. അതിന് പുതിയ സൂത്രവാക്യമുണ്ട്, ലിവിങ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കുക. ഇഷ്ടമുള്ളവന്റെ കൂടെ ഇഷ്ടമുള്ള യാത്ര, ഇഷ്ടമുള്ള കാലം ഒരുമിച്ച് ജീവിക്കുക. മടുത്തെന്ന് തോന്നിയാൽ, വേണ്ട എന്ന് തോന്നിയാൽ അപ്പോ തന്നെ പിരിയുക. കല്യാണം കഴിച്ചാലല്ലേ തലാഖിന് കോടതിയെയും മഹല്ലിനെയും ഒക്കെ സമീപിക്കേണ്ടത്. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്നും വേണ്ടല്ലോ, വണ്ടിക്കൂലി കീശിയിലിട്ട് ഇറങ്ങിപ്പോന്നാ പോലെ. അതുകൊണ്ട് ഇഷ്ടമുള്ളവന്റെ കൂടെ ഇഷ്ടമുള്ള യാത്ര ജീവിക്കുക. വേണ്ട എന്ന് തോന്നുമ്പോൾ പിരിഞ്ഞു പോരുക. സെലിബ്രിറ്റികളും സിനിമാ താരങ്ങളും ചാനൽ താരങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന പുതിയ പാഠങ്ങൾ അതാണ്. അതുകൊണ്ട് 20, 22, 25, 28 വയസ്സായ മക്കൾക്ക് പുതിയാപ്പിളമാരെ തേടി പാപ്പമാര് നാട്ടിലൂടെ അലയുമ്പോൾ പെൺമക്കൾ പറയുന്നു, എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. അപ്പൊ ഞാൻ ആ മക്കളോട് ചോദിച്ചു, അല്ല മക്കളെ, ഈ നല്ലപ്പം കാലത്ത്, ആരോഗ്യം സൗന്ദര്യമുള്ള കാലത്ത് ആരുടെയെങ്കിലൊക്കെ കൂടെ ഒരു പക്ഷേ ജീവിക്കാൻ പറ്റേക്കും. ഒരു താലിച്ചരടിന്റെയോ ഒരു മഹർമാലയുടെയോ ബന്ധനമില്ലാതെ ഒരുപക്ഷെ നിങ്ങളുടെ സൗന്ദര്യം കൊണ്ടോ ശരീരം കൊണ്ടോ മറ്റൊരുത്തൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയേക്കാം. പക്ഷേ 10-60 വയസ്സാകുമ്പോ, ശരീരം ശോഷിക്കുമ്പോ, സൗന്ദര്യം വാർന്നു പോകുമ്പോ എന്താകും മക്കളെ നിങ്ങളുടെ അവസ്ഥ? അവര് ചിരിച്ചുകൊണ്ട് എന്നോടൊരു മറുചോദ്യം, അല്ല ഉസ്താദേ, 60 വയസ്സ് കഴിഞ്ഞിട്ട് എന്താകുമെന്ന് പേടിച്ചിട്ട് 20-ാം വയസ്സിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്തിനാ കളയുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരം കൊടുക്കാൻ എനിക്ക് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് അപകടകരമായ ചോദ്യങ്ങൾ നമ്മുടെ യുവത്വത്തിന്റെ, കൗമാരത്തിന്റെ തലയിലേക്ക് കയറ്റാൻ ഈ
സങ്കല്പിക്കുക പോലും ചെയ്യാത്ത അറിവിന്റെ ലോകത്തിലേക്ക്, വൃത്തികെട്ട അറിവിന്റെ ലോകത്തിലേക്ക് നമ്മുടെ വീടിന്റെ ഉള്ളിൽ സുരക്ഷിതരാണ് എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന നമ്മുടെ പൊന്നോമന മക്കളെ പോലും കൈപിടിച്ചു കൊണ്ടുപോകാൻ ചതിയന്മാരായ കഴുകന്മാർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയാതെ പോയാൽ നാളെ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമുക്ക് കൈമോശം വരുന്നത് സങ്കടത്തോടു കൂടി നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് മതപരമായ പ്ലാറ്റ്ഫോമുകൾ സജീവമാവട്ടെ, ക്ലാസുകൾ സജീവമാവട്ടെ, പള്ളികൾ സജീവമാവട്ടെ, KNM-ഉം ISM-ഉം MGM-ഉം MSM-ഉം അതിന്റെ പ്രവർത്തനങ്ങൾ സജീവമാവട്ടെ. നമ്മുടെ വീട്ടിലുള്ളവർ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിത്യമായിട്ടും ഉള്ളവരായി തീരട്ടെ. നല്ല ഉപദേശങ്ങൾ കേട്ട്, തെറ്റുകളെ കുറിച്ചുള്ള നിരോധനങ്ങൾ കേട്ട് അവരുടെ മനസ്സിലേക്ക് കയറിക്കൂടിയ ഈ വൃത്തികെട്ട അറിവുകളെ ആ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുവാൻ പുതിയ അറിവുകളും പുതിയ നന്മകളും അവരുടെ തലയിലേക്ക് സന്നിവേശിപ്പിക്കേണ്ട, പ്രവേശിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ട്. അല്ലാഹു തആല നമുക്കതിന് കഴിവും തൗഫീഖും നൽകട്ടെ. ഇവിടെ കേരള നദുവത്തുൽ മുജാഹിദീൻ ഈ കോവിഡ് കാലത്ത് ഒരു 2-3 ക്യാമ്പയിനുകൾ പ്രഖ്യാപിച്ചു. ഒരുപക്ഷെ കോവിഡ് കാലത്ത് ലഭ്യമായ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ മതപ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയ കേരളത്തിലെ മതസംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ സംശയിക്കാതെ മറുപടി പറയാം, അത് കേരള നദുവത്തുൽ മുജാഹിദീനാണ്. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന ഈ സംഘടനയും അതിന്റെ മറ്റു സംഘടനകളും ഈ കോവിഡ് കാലത്ത് കേരളത്തിൽ നടത്തിയ അത്രയും സാമൂഹ്യ അല്ലെങ്കിൽ മതപ്രബോധന പ്രവർത്തനങ്ങൾ മറ്റൊരു സംഘവും നടത്തിയിട്ടില്ല. ചില സ്ത്രീകളൊക്കെ പരാതി പറഞ്ഞു, എന്താ ഉസ്താദ് എങ്ങനെ അല്ല എങ്ങനെയായ എന്താ കാട്ടുക, എങ്ങനെയായാല് ഒരേ സമയത്ത് തന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാല് റിലേറ്റീവിന്റെ ക്ലാസ്, അതിന്റെ അപ്പുറത്ത് MSM-ന്റെ ക്ലാസ്, MGM-ന്റെ ക്ലാസ്, ISM-ന്റെ ക്ലാസ്, ഇപ്പുറത്ത് ഖുർആൻ ക്ലാസ്, അപ്പുറത്ത് ഹദീസ് ക്ലാസ്, ഇത് എന്താ ഞങ്ങൾ കേൾക്കുക, ഏതാ ഞങ്ങൾ കേൾക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ കേരളക്കരയിലുണ്ടായി. അത്രമാത്രം ഈ പ്രസ്ഥാനം അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരുന്നു ഈ കാലത്ത്. പക്ഷേ ആ സജീവമായ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ യുവത്വങ്ങളും കൗമാരങ്ങളും കടന്നു വരാത്തതിന്റെ അപകടമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ആ കേരള നദുവത്തുൽ മുജാഹിദീൻ ഈ കോവിഡ് കാലത്ത് അത് പ്രഖ്യാപിച്ച ക്യാമ്പയിനുകളുടെ എല്ലാ ക്യാമ്പയിനുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യവുമായി കണക്റ്റഡ് ആയിരുന്നു. എല്ലാ ക്യാമ്പയിനും ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെടുത്തിയായിരുന്നു. ഇപ്പോ കോവിഡാനന്തര കാലത്ത് നമ്മൾ പഴയതുപോലെ ജീവിക്കാൻ തുടങ്ങിയ ഒരു കാലത്ത് KNM പ്രഖ്യാപിച്ച ക്യാമ്പയിനാണ് ഹസ്ബുനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണത്തിന്റെ പ്രായോഗിക രൂപമാണ് ഹസ്ബുനല്ലാഹ് എന്ന വാക്യത്തിലൂടെ ഓരോ മുസ്ലിമും സ്വന്തം മനസ്സിനോടും ഈ ലോകത്തോടും വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഹസ്ബുനല്ലാഹ്? എന്തിനാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ ഈ കോവിഡാനന്തര കാലത്ത് ഹസ്ബുനല്ലാഹ് എന്ന ഈ ഒരു പ്രമേയം പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ്? ഈ 2 കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്റെ സംസാരം ഒരു 9 മണിയോടുകൂടി ഞാൻ അവസാനിപ്പിക്കും. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ഈ കോവിഡ് കാലത്ത് മനുഷ്യർക്കുണ്ടായ ഒരു വലിയ പ്രയാസമാണ് മാനസികമായി അവനുണ്ടായ ചില പിരിമുറുക്കങ്ങൾ. ഏതൊരു മനുഷ്യന്റെയും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സമാധാനമാണ്. എത്ര പണമുള്ളവനാവട്ടെ പണമില്ലാത്തവനാവട്ടെ രോഗ്യവും ആരോഗ്യവും ഒക്കെ ഉള്ളവരാവട്ടെ, അവരുടെ ഒക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയുക? സമാധാനം ഉണ്ടാവണം. സമാധാനമില്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. 2 കോടി രൂപയുടെ ആസ്തിയുള്ള എത്ര 2000 കോടി 2 കോടിയല്ല 2000 കോടി 2000 കോടി അല്ലേ 2000 കോടി രൂപയുടെ ആസ്തിയുള്ള പ്രവാസിയായ വയനാട്ടുകാരൻ പ്രവാസി വ്യവസായി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ വീടിന്റെ വിശാലത 25,000 സ്ക്വയർ ഫീറ്റിലധികമാണ്. അത്ര വലിയ പണക്കാരനായ പ്രവാസി വ്യവസായി വീടിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വായിച്ചപ്പോ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? 2000 കോടിക്ക് ആ മനുഷ്യന് സമാധാനം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. കോവിഡാനന്തര കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വാർത്ത ആത്മഹത്യയെ കുറിച്ചുള്ള വാർത്തകളാണ്. കുടുംബം മുഴുവനും ആത്മഹത്യ ചെയ്യുക, ഭാര്യയും ഭർത്താവും ആത്മഹത്യ ചെയ്യുക, മക്കൾ ആത്മഹത്യ ചെയ്യുക. ആത്മഹത്യയുടെ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത കണക്കുകളാണ് ഓരോ ദിവസത്തെയും വർത്തമാന പത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തരുന്നത്. എന്തേ കാരണം? മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമായാൽ,
അത് ആ മനുഷ്യനെ എവിടെ ചെന്നെത്തിക്കുമെന്ന് പറയാൻ പറ്റൂല. സമാധാനം നഷ്ടപ്പെട്ട മനസ്സിനെയാണ് നമ്മൾ അസ്വസ്ഥമായ മനസ്സ് എന്ന് വിളിക്കുക. ലോകത്ത് മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ സ്വത്ത്, ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സ്വസ്ഥമായ സമാധാനമുള്ള മനസ്സാണ്. ആ സമാധാനമുള്ള മനസ്സ് ഒരു മനുഷ്യൻ ഇല്ലാതാകുമ്പോ, അഥവാ അവന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോ അവന് സംഭവിക്കുന്ന ചില അപകടങ്ങളുണ്ട്. ഒന്ന്, അവൻ സ്വയം നാശത്തിലേക്ക് കൂപ്പുകുത്തും. രണ്ടാമത്തേത്, മറ്റുള്ളവർക്ക് വളരെ മനോഹരമായി അവനെ ചൂഷണം ചെയ്യാൻ പറ്റും. എങ്ങനെ? അസ്വസ്ഥമായ മനസ്സിന്റെ ഉടമകളെ, ഭയപ്പെടുന്ന മനസ്സിന്റെ ഉടമകളെ, സമാധാനമില്ലാത്ത മനസ്സിന്റെ ഉടമകളെ, ധൈര്യമില്ലാത്ത മനസ്സിന്റെ ഉടമകളെ ആർക്കും ചൂഷണം ചെയ്യാം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും, ഇവിടുത്തെ ആശുപത്രി മുതലാളിമാരും, ഇവിടുത്തെ ഓരോരോ തലങ്ങളില് ഇവിടുത്തെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും എല്ലാവരും ചൂഷണം ചെയ്യുന്നത് അസ്വസ്ഥമായ മനസ്സിന്റെ ഉടമകളെയാണ്, ധൈര്യമില്ലാത്ത മനസ്സിന്റെ ഉടമകളെയാണ്, സമാധാനമില്ലാത്ത മനസ്സിന്റെ ഉടമകളെയാണ്. ചൂഷണത്തിന്റെ ഒരു കൊയ്ത്തുകാലമായിരുന്നു കോവിഡ് കാലം, അല്ലെ? ചൂഷണത്തിന്റെ കൊയ്ത്തുകാലം. ചൂഷകന്മാർ അട്ടകളെ പോലെ മറ്റുള്ളവരുടെ ചോര കുടിച്ച് തടിച്ചു വീർത്ത കാലമായിരുന്നു കോവിഡ് കാലം. അവിടെ ആത്മീയ ചൂഷണത്തിന്റെ ആളുകളും രാഷ്ട്രീയ ചൂഷണത്തിന്റെ ആളുകളും സാമ്പത്തിക ചൂഷണത്തിന്റെ ആളുകളും എല്ലാ ചൂഷകന്മാരും കോവിഡ് കാലത്ത് തടിച്ചു കൊടുത്തു. ജോലി ചെയ്യുന്നവനും വരുമാനമുണ്ടാക്കുന്നവനും നഷ്ടത്തിന്റെ കയത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ചൂഷകന്മാരുടെ വരുമാനം കോവിഡ് കാലത്ത് വർദ്ധിച്ചു വന്നു. മോൺസൺ അല്ലെ, ആ പേര് നമ്മൾ മറക്കൂല. കോട്ടക്കൽ ടിപ്ടോപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു കസേര, ആ കസേര കൊണ്ടുവച്ചാണ് ഇത് ടിപ്പു സുൽത്താന്റെ കസേരയാണെന്ന് പറഞ്ഞാണ്ട് അതിലിരുന്ന് സെൽഫി എടുത്തവരിൽ നിന്ന് ബർക്കത്തിന് വേണ്ടി കോടികൾ വാങ്ങിയത്. ആരെ പറ്റിച്ചത് നിങ്ങള്? കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറുകണക്കിന് കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ അസ്ഥി ഇങ്ങനെ കണ്ടാലേ ആ അസ്ഥിയിലേക്ക് നോക്കിയിട്ട് ഇത് ഏത് കാലത്ത് മരിച്ചതാണ്, ഏതാണ്, ആണാണോ പെണ്ണാണോ, കള്ളുകുടിച്ചാണോ കൊലപാതകമാണോ എന്നൊക്കെ ആ അസ്ഥി നോക്കി പറയാൻ സാധിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് നല്ല തേക്ക് കൊണ്ടുണ്ടാക്കിയ കസേര, അത് ടിപ്പു സുൽത്താന്റെ കസേരയാണെന്ന് പറഞ്ഞാണ്ട് പറ്റിച്ചത്. എന്താ നിങ്ങള്? മനുഷ്യന്റെ മനസ്സിനെ ഒന്ന് പറ്റിക്കാനുണ്ട്. അത് പറ്റിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ എവിടെ എത്തിക്കാം? അത്ര ഒന്നര മുഴം വലിപ്പമുള്ള മരത്തിന്റെ വടി കാണിച്ചോട്ടിട്ട് മൂപ്പര് പറഞ്ഞേ, ഇത് മൂസാ നബി കടലിലടിച്ച വടിയാണ്, അതുകൊണ്ട് വേണമെങ്കിൽ തൊട്ടോൾക്കൊക്കെ ബർക്കത്താണ്. അങ്ങനെ തൊടാൻ വേണ്ടി 25,000 ലക്ഷം മൂപ്പര് വാങ്ങി. കോടികളെ വാങ്ങിയത്. ആരെ പറ്റിച്ചത്? വിദ്യാഭ്യാസം ഇല്ലാത്തവനല്ല, പദവികളില്ലാത്തവനെയല്ല, നല്ല IAS IPS റാങ്കുകളുള്ള ഉയർന്ന ആളുകളെയാണ് അദ്ദേഹം വളരെ കൂളായിട്ട് പറ്റിച്ചേ. എന്താ നിങ്ങള്? എന്തുണ്ടായിട്ടും കാര്യമില്ല. മനസ്സ് അസ്വസ്ഥമാണോ, അത് സ്വസ്ഥതയില്ലാത്തതാണോ എങ്കിൽ ആ മനുഷ്യനെ പറ്റിക്കാൻ, ആ മനസ്സിനെ പറ്റിക്കാൻ എളുപ്പ. നമ്മുടെ നാട്ടില് ഇസ്ലാമിന്റെ പേരിൽ പോലും ഈ പുരോഹിതന്മാര് കോവിഡ് കാലത്ത് പറ്റിച്ചുണ്ടാക്കിയ കാശത്രയാ. ഒരു ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു ഉസ്താദ് പ്രസംഗിക്കുക, പിന്നെ പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം, കുറെ ആൾക്കാർ ഈ പ്രസംഗവും പ്രാർത്ഥനയും കേട്ടിരിക്കുക. പ്രാർത്ഥനയുടെ അവസാനം അദ്ദേഹം തന്റെ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഊതുക. എല്ലാ ആളുകളും ഓൺലൈനിൽ അവരുടെ മുമ്പിലുള്ള ഗ്ലാസ്സിലേക്ക് ഊതുക. എന്നിട്ട് ഉസ്താദ് പറയാണ്, ഇപ്പൊ നിങ്ങളുടെ കയ്യിലെ വെള്ളം എന്റെ മുമ്പിലുള്ള വെള്ളം പോലെ, ഞാൻ ഊതിയ വെള്ളം പോലെ പുണ്യമുള്ള വെള്ളമാണ്, അത് കുടിച്ചോളി, രോഗം മാറും, പ്രയാസം മാറും. അതിന്റെ താഴെ ഉസ്താദിന്റെ ഗൂഗിൾ പേ നമ്പർ. ഞാനത് കാണുമ്പോ 60,000 വ്യൂവേഴ്സ് ഉണ്ട് ആ പ്രോഗ്രാമിന്. 60,000 ഒരാള് 10 റുപ്യ വെച്ച് ഉസ്താദിന്റെ ഗൂഗിളിലേക്ക് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര റുപ്യ കിട്ടിയേക്കാം ഉസ്താദിന്? എന്തൊക്കെ തട്ടിപ്പുണ്ടായി നാട്ടില്! നട്ടാൽ മുളക്കാത്ത പച്ചമുണകള്, ഒരു മൈക്ക് കെട്ടി ജനത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ മടിക്കുന്ന പച്ചമുണകള്, വീടിന്റെ അകത്തളങ്ങളിൽ മൊബൈൽ ഫോൺ ഓണാക്കി വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത പണ്ഡിത വേഷധാരികളുടെ എണ്ണം കേരളക്കരയിൽ കൂടിയില്ലേ? കള്ളക്കറാമത്തിന്റെ കഥകളും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കള്ളക്കഥകള്, കള്ള ഔലിയാക്കന്മാർക്ക്, വ്യാജസിദ്ധന്മാർക്ക് റേഞ്ച് കൂട്ടാൻ വേണ്ടി തലപ്പാവും താടിയുമുള്ള പണ്ഡിത വേഷധാരികള് എത്ര ധൈര്യത്തോടുകൂടിയാണ് അവർ അവരുടെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചത്. എന്തേ കാരണം? അതിലൊക്കെ വീണു പോകുന്ന, അതിലൂടെ പണം സ്വരൂപിക്കാൻ സാധിക്കുന്ന, വിശ്വാസപരമായി ഉറപ്പില്ലാത്ത, വിശ്വാസത്തിന്റെ സ്ഥൈര്യമില്ലാത്ത ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരെ പറ്റിക്കാനും അവരെ ചൂഷണം ചെയ്യാനും എളുപ്പമാണെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. ആ ചൂഷണമാണ് ഭംഗിയായി നടന്ന്. ഞാനിത് പറഞ്ഞപ്പോ ഒരാൾ എനിക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നു. ഒരുപക്ഷെ തമാശയാവാം, ചിലപ്പോൾ ഉള്ളതാവാം. ഒരാൾ വില കൂടിയ ഒരു ബെൻസിന്റെ കാർ വാങ്ങി, പുതിയ ഓട്ടോമാറ്റിക് കാറാ വാങ്ങിയത്. അപ്പൊ അയാൾക്കൊരാഗ്രഹം, തന്റെ പള്ളിയിലെ ഉസ്താദ് ആദ്യം അതൊന്ന് ഓടിക്കണം, എന്നാല് അതിന്റെ ബർക്കത്ത് ഉണ്ടാവുമല്ലോ. പക്ഷെ ഉസ്താദിന് അത്ര ഡ്രൈവിംഗ് അറിയില്ല.
പണ്ട് മാരുതി 800 ഓട്ടിയ പരിചയമുള്ളൂ, പക്ഷെ ഇല്ല എന്ന് പറയുന്ന മോശമല്ലേ. ഉസ്താദ് വണ്ടി സ്റ്റാർട്ടാക്കിയോടുകൂടി വണ്ടി ഒരു ചാട്ടം, വണ്ടി ചാടിയിട്ട് അപ്പുറത്തെ മതിലുമണ കുത്തിയിട്ട് മൂന്നൊക്കെ പാടം നെളിങ്ങിയിട്ട് ഒരു പ്രത്യേക കോലത്തിലായി. എന്നിട്ട് ചാവിയായിട്ട് വന്നിട്ട് ഉസ്താദ് പോലെ കൊടുത്തിട്ട് പറയണേ, ഇനി ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ, ഇനി യാതൊരു കേടും എന്റെ വണ്ടിക്ക് വരാനുള്ള, എന്റെ വണ്ടിക്ക് വരാനുള്ള എല്ലാതും ഇതോടുകൂടി തീർന്നിക്കണ്, ഞാൻ നന്നാക്കിയിട്ട് ധൈര്യത്തോടു കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് കൈമടക്കും വാങ്ങിപ്പോയ ഒരു ഉസ്താദിന്റെ കഥ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്നു. ഈ രൂപത്തിൽ തങ്ങൾക്ക് കീഴ്പ്പെട്ട ആളുകളുടെ വിശ്വാസത്തിനെ ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിക്കാൻ ഈ കാലഘട്ടത്തിൽ ചൂഷകന്മാരായ ആളുകൾക്ക് സാധിച്ചു. അത് മനസ്സിന്റെ ധൈര്യം നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് സംഭവിച്ച അബദ്ധമാണ്. രണ്ടാമത്തേത് ക്രമാതീതമായ ആത്മഹത്യകളാണ്. കടത്തിന്റെ പേരിൽ, ജോലി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, കുടുംബ ബന്ധത്തിലെ വിള്ളലിന്റെ പേരിൽ, ഇറങ്ങിപ്പോയ മകളെ കുറിച്ചോർത്ത്, നാടുവിട്ട മകനെ കുറിച്ചോർത്ത്, മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത മകനെ കുറിച്ചോർത്തൊക്കെ നമ്മുടെ നാട്ടില് ആത്മഹത്യകളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നു. ഭയങ്കരമായ ആത്മഹത്യകൾ. ഈ കുറച്ച് കാലത്ത് ആത്മഹത്യകൾ കൊണ്ട് മരിച്ചവരുടെ എണ്ണം മറ്റേത് രോഗത്തെ കൊണ്ട് മരിച്ചവരെക്കാൾ കൂടുതലാണ് എന്ന് കണക്കുകൾ കാണിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി അല്ലേ? കുടുംബ ബന്ധങ്ങളിലെ ആ വിള്ളലുകൾ അശ്ലീലതയിലേക്കും വൃത്തികേടുകളിലേക്കും മനുഷ്യന്റെ മനസ്സിനെ കൊണ്ടുപോയി. ഈ ഒരു സാഹചര്യവും ഹസ്ബുനല്ലാഹ് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അധിഷ്ഠിതമായ ഈ ക്യാമ്പയിനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് ഞാൻ ഇത്തിരി ചരിത്രത്തിലേക്ക് പോകാം. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലേക്ക് പ്രവാചകന്മാരെ അയച്ചത് എപ്പോഴാണ്? എപ്പോഴാണ് അല്ലാഹു പ്രവാചകന്മാരെ അയച്ചത്? മദ്രസ പാഠപുസ്തകങ്ങളിൽ ആദ്യകാലത്തെ നമ്മൾ പഠിച്ചത്, ഒരു നാട്ടിലെ ജനങ്ങൾ ഏതെങ്കിലും ഒരു തിന്മയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ആ ജനങ്ങളെ സംസ്കരിക്കുവാൻ വേണ്ടി അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചു. എന്താ പറഞ്ഞേ? ഒരു നാട്ടിലെ ജനത ഒരു തിന്മയിലേക്ക് കൂപ്പുകുത്തി പോകുമ്പോൾ ആ ജനതയെ സംസ്കരിക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചു. ഒരു ലക്ഷത്തിലേറെ പ്രവാചകന്മാർ വന്നത് ഇതേ ഉദ്ദേശത്തോടു കൂടിയാണ്. വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത ജനങ്ങൾ വ്യത്യസ്തമായ തിന്മകളിലാണ് വീണുപോയത്. ചില ആളുകൾ മദ്യത്തിലായിരുന്നു, ചില ആളുകൾ വ്യഭിചാരത്തിലായിരുന്നു, ചില ആളുകൾ കൊലപാതകങ്ങളിലായിരുന്നു, ചില ആളുകൾ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നതായിരുന്നു, ചില സമൂഹങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരായിരുന്നു. ഇങ്ങനെ പല ജാതി തെറ്റുകളിലാണ് ലോകത്തിലെ മനുഷ്യർ ആണ്ടുപോയത്. ഇനി അത്ഭുതകരമായ ഒരു കാര്യം, ഈ വ്യത്യസ്തമായ തെറ്റുകളിൽ ആപതിച്ചു പോയ ജനങ്ങളെ സംസ്കരിക്കുവാൻ വേണ്ടി വന്ന പ്രവാചകന്മാർ ആ ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ച മാർഗം ഒരൊറ്റ മാർഗമായിരുന്നു. വ്യത്യസ്ത തെറ്റുകളിൽ വ്യത്യസ്തമായ മാർഗമല്ല ഉപയോഗിച്ചത്. ആയിരക്കണക്കിന് ഇനങ്ങളിൽപ്പെട്ട തെറ്റുകളിൽ വീണുപോയ ജനങ്ങളെ, ആ ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ ഈ വ്യത്യസ്തമായ തെറ്റുകളിൽപ്പെട്ട ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ച മാർഗം ഒരൊറ്റ മാർഗമായിരുന്നു. എങ്ങനെ? മദ്യപാനത്തിൽ മുങ്ങിപ്പോയ ഒരു ജനതയെ എങ്ങനെയാണ് പ്രവാചകൻ സംസ്കരിച്ചത്? നാട്ടിലാകെ ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങി മദ്യപാനത്തിന്റെ അപകടത്തെ കുറിച്ച് അവർക്ക് ക്ലാസ് എടുത്ത് ആ വിഷയത്തിൽ സെമിനാറുകളും സിമ്പോസിയങ്ങളും നടത്തിയാണോ ആളുകളെ മദ്യപാനത്തിൽ നിന്ന് പിന്മാറ്റിയത്? അല്ലല്ലോ, അല്ല. വ്യഭിചാരത്തിൽ വീണുപോയ ഒരു സമൂഹത്തോട് എയ്ഡ്സിനെ കുറിച്ചും സിഫിലിസിനെ കുറിച്ചും ഗുണേറിയെ കുറിച്ചും ഒക്കെ സംസാരിച്ച് എയ്ഡ്സും അതേപോലത്തെ മാരകമായ രോഗങ്ങളെ കുറിച്ച് അവരെ ഭയപ്പെടുത്തി, അല്ലെങ്കിൽ വ്യഭിചാരം പോലുള്ള സാമൂഹ്യ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബ ബന്ധത്തിന്റെ തകർച്ചയെ കുറിച്ച് സെമിനാർ നടത്തിയിട്ടാണോ ആ ജനങ്ങളെ സംസ്കരിച്ചത്? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു ജനതയെ ആ പ്രവാചകൻ സംസ്കരിച്ചത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? അത്ഭുതം കാര്യങ്ങള്. അത്ഭുതം എന്താണെന്നറിയാം? വ്യത്യസ്തമായ തെറ്റുകളിൽ വീണുപോയ ജനങ്ങളെ ആ പ്രവാചകന്മാർ ഉയർത്തിക്കൊണ്ടുവന്നത് ഒരൊറ്റ രീതി ഉപയോഗിച്ച. ഏതാണ് ആ രീതി? ലാ ഇലാഹ ഇല്ലല്ലാഹ് വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി. മുഹമ്മദ് നബിയെ, നിനക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. അല്ലാഹു അല്ലാത്ത ഒരാരാധ്യനില്ല, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കാനല്ലാതെ ഒരൊറ്റ പ്രവാചകനെയും അയച്ചിട്ടില്ല. കള്ളുകുടിയന്മാരായ സമൂഹം, പെണ്ണുപിടിയന്മാരായ സമൂഹം, യുദ്ധക്കൊതിയന്മാരായ സമൂഹം, എല്ലാ അടിമത്തത്തിന്റെയും വാഹകരായ സമൂഹം, എല്ലാ വൃത്തികേടുമുള്ള സമൂഹം, ഈ സമൂഹങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാർ ആ സമൂഹത്തെ സമുദ്ധരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടായിരുന്നു. അതൊരു അത്ഭുതമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
മക്കയിൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്ന സമയത്ത് അവിടെ കള്ളു കുടിക്കുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു. നിങ്ങൾ കള്ളുകൂടി നിർത്തിയിട്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാവൂ എന്ന് പറഞ്ഞില്ല. അവർ കള്ളുകുടിയന്മാരായി കൊണ്ട് തന്നെ മുസ്ലിമായി. അവരുടെ കൂട്ടത്തിൽ ബാറുകൾ നടത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നു, കള്ള് ഷാപ്പുകൾ നടത്തുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കള്ളുണ്ടാക്കുന്ന, അത് നിർമ്മിക്കുന്ന, വാറ്റിയെടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കള്ളൊഴിച്ചു കൊടുക്കുന്ന, അതിന്റെ കച്ചവടക്കാരായ ജോലി ചെയ്യുന്ന സ്വഹാബിമാരുണ്ടായിരുന്നു. റസൂൽ പറഞ്ഞോ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ കള്ളുകൂടി നിർത്തണമെന്ന് പറഞ്ഞില്ല. ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ പലിശ നിർത്തണമെന്ന് പറഞ്ഞില്ല. ഇതൊന്നും പറഞ്ഞിട്ടല്ല പ്രവാചകൻ അവരിൽ മാറ്റമുണ്ടാക്കിയത്. പ്രവാചകൻ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന ആദ്യ സമയത്ത് തന്നെ മുസ്ലിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരൊറ്റ മനുഷ്യനും മുസ്ലിം ആകുമായിരുന്നില്ല. കാരണം അവർക്ക് മദ്യം ഒഴിവാക്കുക എന്നത് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. ഇതെന്താ സംഭവിച്ചത്? പ്രവാചകൻ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹു ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹു എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. നമ്മളും തമ്മിലുള്ള, അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത പഠിപ്പിച്ചു കൊടുത്തു. പരലോകം പഠിപ്പിച്ചു കൊടുത്തു. സ്വർഗ്ഗനരകം പഠിപ്പിച്ചു കൊടുത്തു. അവർ അള്ളാഹുവിനെ സ്നേഹിച്ചു, അവർ അള്ളാഹുവിനെ പേടിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു, ആ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല. ഉണ്ടാക്കുന്നവൻ ഉണ്ടാക്കൽ നിർത്തി. കച്ചവടക്കാരൻ അവന്റെ കള്ളിന്റെ വലിയ വലിയ ഭരണികൾ റോഡിലേക്ക് ഒഴിച്ചു. കള്ളൊഴിച്ചു കൊടുക്കുന്നവൻ പാത്രം പുറത്തേക്ക് ചിന്തി. വായിൽ കള്ളുണ്ടായിരുന്നവൻ അത് പുറത്തേക്ക് തുപ്പി. എന്നിട്ട് അവർ പ്രവാചകന്റെ മുമ്പിലേക്ക് സംശയം ചോദിക്കാൻ വേണ്ടി ചെന്നു. അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളുടെ കഥകളിലെ കള്ള് പുറത്തേക്ക് ചിന്തിക്കളഞ്ഞ ആ നനഞ്ഞ മണ്ണിൽ ചില പുല്ലുകൾ കിളിർത്തു വന്നപ്പോൾ ഞങ്ങളുടെ ആടുകൾ ആ പുല്ല് തിന്നിട്ടുണ്ട്. ആ പുല്ല് തിന്ന, കള്ള് ചിന്തിയിടത്ത് മുളച്ച പുല്ല് തിന്ന ആടിന്റെ ഇറച്ചി ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ എന്ന ഫത്വ ചോദിക്കാൻ അവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് ചെന്നു. ആര്? കള്ളിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ജനത. എങ്ങനെയാണ് പ്രവാചകൻ അവരെ സംസ്കരിച്ചത്? കള്ളിന്റെ അപകടം പറഞ്ഞിട്ടല്ല, ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങിയിട്ടല്ല, ആൽക്കഹോൾ ഉണ്ടാക്കുന്ന, രക്തത്തിലും നമ്മുടെ ശരീരത്തിലും ഉണ്ടാക്കുന്ന മാറ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടല്ല. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാക്കി മാറ്റി. എന്നിട്ട് പറഞ്ഞു, ആ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മദ്യം ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ അവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. കാരണം അള്ളാഹു ആണ് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞാൽ അവർ അത് ചെയ്തിരിക്കും. അവർ വ്യഭിചാരം ഒഴിവാക്കി, അവർ പലിശയുടെ ലക്ഷക്കണക്കിന് ലാഭങ്ങൾ ഒഴിവാക്കി. പെൺകുട്ടിയെ കുഴിച്ചു മൂടി അഭിമാനത്തോടുകൂടി വീട്ടിലേക്ക് മടങ്ങി വന്ന പിതാവ് വിശുദ്ധ ഖുർആനിൽ വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, നിരപരാധിയായി കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കപ്പെടും, എന്ത് തെറ്റിനാണ് ഞങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ കുഴഞ്ഞു വീണ പിതാക്കളുടെ കഥകൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാണ്ട്. എന്ത് സംഭവിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ പ്രവാചകൻ അവരെ മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ലോകത്തിൽ വന്ന മുഴുവൻ പ്രവാചകന്മാരും ഏതൊക്കെ തിന്മയുള്ള സമൂഹത്തിനാണോ വന്നത് ആ സമൂഹത്തെ മുഴുവനും പരിവർത്തിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട, അത് പഠിപ്പിച്ചിട്ട. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു നമ്മളെ പറ്റി, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി. തിന്മകളിൽ, ശിർക്കടക്കമുള്ള തിന്മകളിലേക്ക് നമ്മളൊക്കെ വീണു പോകാനുള്ള കാരണം കാര്യങ്ങള് അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല, മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല, പഠിക്കേണ്ട വിധം പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ വാക്കുകളെ അവഗണിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് തെറ്റാണെന്ന് റബ്ബ് പറഞ്ഞിട്ടും തെറ്റാണെന്ന് 100 വട്ടം ആവർത്തിച്ചിട്ടും കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ തിന്മയിലേക്ക് നടന്നു പോകാൻ നമ്മുടെ മനസ്സിന് ധൈര്യം നൽകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനം സമൂഹത്തിൽ സംസ്കാരം ഉണ്ടാക്കുവാനും സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാനും പ്രയത്നിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ലോകത്ത് മനുഷ്യ സമൂഹത്തെ മാറ്റുന്നതിൽ പ്രവാചകന്മാരോളം മാറ്റമുണ്ടാക്കിയ മറ്റൊരാളും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ആ പ്രവാചകന്മാർ മനുഷ്യരെ സംസ്കരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച മാർഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതൊരു പ്രബോധന പ്രവർത്തനവും, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതൊരു മതപ്രബോധന പ്രവർത്തനവും അത് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി കണക്റ്റഡ് ആയിരിക്കും.
അത് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടതായിരിക്കും. എനിക്ക് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ നിരാശയുണ്ടോ? ഞാനെന്താ ഇങ്ങനെയൊക്കെ ആയിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റിൽ നിന്ന് വിട്ടുപോരാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് സ്വയം സങ്കടമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു മാർഗമുണ്ട്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളുടെ മക്കളെ എത്ര പറഞ്ഞിട്ടും അവർ ശരിയിലേക്ക് വരുന്നില്ല, അവർ തെറ്റുകളിൽ തന്നെ സഞ്ചരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ടില്ല, അവരത് മനസ്സിലാക്കിയിട്ടില്ല, അവരത് ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് അവരെ നന്നാക്കാൻ കൗൺസിലർമാർക്കോ സൈക്യാട്രിസ്റ്റുകൾക്കോ അല്ല സാധിക്കുക, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പകർന്നു കൊടുക്കുക, നിഷ്കളങ്കമായ തൗഹീദ് അവരുടെ മനസ്സിലേക്ക് എത്തിക്കുക. അവർ മാറും. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കുറിച്ച് പരാതിയുണ്ടോ? ഭർത്താക്കന്മാർ ഭാര്യമാരെ കുറിച്ച് പരാതിയുണ്ടോ? ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് നന്നാവുന്നില്ല എന്ന് പരാതിയുണ്ടോ? നന്നാവാനുള്ള മാർഗം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, യഥാർത്ഥമായ തൗഹീദാണ്. അല്ലാഹുവാണ് എന്റെ ആരാധ്യൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. എന്റെ ജീവിതത്തിൽ കിട്ടിയതൊക്കെ ആ റബ്ബിന്റെ ഔദാര്യമാണ്. ഈ ഔദാര്യത്തിന് നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ മുടിനാലിഴ കീറി മറുപടി പറയേണ്ട ഒരു ദിവസം എനിക്കുണ്ട് എന്ന ചിന്ത മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചാൽ പിന്നെ അവനോട് കണ്ണുകുടിക്കണ്ടെന്ന് പ്രത്യേകം പറയണ്ട, പലിശ വാങ്ങണ്ടെന്ന് പ്രത്യേകം പറയണ്ട, കളവ് പറയണ്ടെന്ന് പ്രത്യേകം പറയണ്ട, വ്യഭിചരിക്കണ്ട എന്ന് പ്രത്യേകം പറയണ്ട, തോന്നിയാസങ്ങൾ കാണണ്ട കേൾക്കണ്ട എന്ന് പ്രത്യേകം പറയണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ സകലമായ തിന്മകളുടെയും വാതിലുകൾ അടക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ മാറ്റമുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് സാമൂഹ്യമായ ഒരു മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, നിങ്ങളോട് പറയാനുള്ളത് മാറ്റം ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്, മാറ്റം തൗഹീദിലാണ്. ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യരെ പരിവർത്തിപ്പിച്ച ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഈ ലോകത്ത് വിജയകരമായി നടപ്പാക്കിയ മാർഗം അതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾ വിജയിക്കും. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, എങ്കിൽ നിങ്ങൾ വിജയിക്കും. വിജയം എന്ന് പറയുന്നത് യുദ്ധത്തിലെ വിജയമല്ല, നിങ്ങൾ ജീവിതത്തിൽ ജയിക്കും, തിന്മകളോടുള്ള പോരാട്ടത്തിൽ ജയിക്കും, ദുന്യാവിലെ ജീവിതത്തിൽ ജയിക്കും, സ്വർഗം സമ്മാനം കിട്ടത്തക്ക വിധം നിങ്ങൾക്ക് ജയിക്കാം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. വെറുതെ പറഞ്ഞാ പോരാ, ദാവിന്റെ തല കൊണ്ട് പറഞ്ഞാ പോരാ, കുട്ടിനെ തൊട്ടില്ലാട്ടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈണത്തിൽ പറഞ്ഞാ പോരാ, കൈ കൊണ്ട് പതുക്കെ നെക്കിയിട്ട് ദിക്റുകളായിട്ട് പറഞ്ഞാ പോരാ, മനസ്സിൽ തട്ടി ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ ആരാധനകളൊക്കെയും എന്റെ റബ്ബിന് മാത്രമാണ്, എന്റെ റബ്ബല്ലാത്ത ഒരു ആരാധ്യൻ എനിക്കില്ല എന്ന ഉറപ്പ് നിങ്ങൾ മനസ്സിന് കൊടുക്കൂ. ആ മനസ്സ് നന്മയുടെ പ്രേരണയുടെ കേദാരമായി കൂടാരമായി മാറും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പരിവർത്തനത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയാനുള്ള മാർഗം. ഇടക്കാലത്ത് നമ്മളൊക്കെ ചില തെറ്റിദ്ധാരണ എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്രസക്തമായിട്ടുണ്ട്. പുതിയ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കാലത്ത്, സോഷ്യോളജിയിൽ പുതിയ സിദ്ധാന്തങ്ങൾ വരുന്ന കാലത്ത് നാടിനെ നന്നാക്കാൻ പുതിയ പ്രത്യയശാസ്ത്രങ്ങൾ തേടി പോകുമ്പോ നമുക്ക് സംഭവിക്കുന്ന പരാജയങ്ങൾ തിരിച്ചറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പുറം സമൂഹത്തെ സമുദ്ധരിക്കാനും സംസ്കരിക്കാനും മറ്റൊരു മാർഗമില്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. വീണ്ടും ഹസ്ബുനല്ലാഹിലേക്ക് തിരിച്ചു വരാം. എന്താണ് ഹസ്ബുനല്ലാഹ്? ഈ കോവിഡാനന്തര കാലത്ത് എന്തിനാണ് ഹസ്ബുനല്ലാഹ് എന്ന ഒരു പദപ്രയോഗം ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ആ സമൂഹത്തെ ഏത് രൂപത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം സംസ്കരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, രണ്ട് രൂപത്തിലാണ് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ചൂഷകന്മാർ വിലസുന്നത്. ഒന്ന്, ആത്മീയ ചൂഷണത്തിന്റെ ആളുകൾ. അവർ പറയുന്നത്, നിങ്ങൾക്ക് നഷ്ടമുണ്ടായോ, ഞങ്ങൾ ലാഭമുണ്ടാക്കി തരാം. നിങ്ങൾക്ക് പ്രയാസമുണ്ടോ, ഞങ്ങൾ മാറ്റിത്തരാം. നിങ്ങളുടെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടോ, ഞങ്ങൾ മാറ്റിത്തരാം. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിരാശയുണ്ടോ, ഞങ്ങൾ മാറ്റിത്തരാം. ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നമുണ്ടോ, ഞങ്ങൾ മാറ്റിത്തരാം. കടബാധ്യതയുണ്ടോ, ഞങ്ങൾ മാറ്റിത്തരാം. മനുഷ്യൻ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളും മാറ്റിത്തരാൻ ഞങ്ങളുടെ അടുത്ത് ആളുകളുണ്ട്. എത്രത്തോളം അറിയോ? അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ ഇടപെടാൻ കഴിവുള്ള ആളുകൾ. എന്താ പറഞ്ഞ്
ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഉസ്താദിനെ പറ്റി എന്താ പറഞ്ഞറിയോ? അള്ളാഹുവിന് ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനേ ഒരു ഷൂറ കമ്മിറ്റി ഉണ്ട്. ആ ഷൂറ കമ്മിറ്റിയിൽ മെമ്പറാണത്രേ ആര് അറിയോ? നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഉസ്താദ്. എന്നാലാ ഉസ്താദെങ്കിലും പറയണ്ടേ? ഈ പൊട്ടന്മാര് പറയുന്നത് കേൾക്കല്ലോ, അത് ശരിയല്ല, ഒരു വെറുതെ പറഞ്ഞതാണെന്ന് ആ ഉസ്താദെങ്കിലും തിരുത്തി കൊടുക്കണ്ടേ? മൂപ്പരെന്തോ വലിയ കാര്യം കിട്ടിയമാർക്ക് കോടതൊക്കെ പൊന്തിച്ച് കേട്ടിരിക്കുക, കാലുവാട്ടിയിട്ട് ജനങ്ങൾ അങ്ങനെ വിശ്വസിച്ചാൽ ഇതിന്റെ സ്ഥാനം കൂടുമല്ലോ. അള്ളാഹുവിനെ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ അള്ളാഹു ഒരു ഷൂറ കമ്മിറ്റി നിന്നും ആ ഷൂറ കമ്മിറ്റിയിൽ ഇയാൾ മെമ്പറാണെന്നും അതുകൊണ്ട് ദുന്യാവിൽ എന്ത് കാര്യം അള്ളാഹു നടത്തണമെങ്കിലും അത് ഈ ഷൂറ കമ്മിറ്റിയോട് ചോദിച്ചിട്ടാണെന്നും അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഈ ഉസ്താദിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ ഉസ്താദിനെ ഒരു വലിയ പൊസിഷനിലേക്ക് ഉയർത്താനുള്ള അനുയായികളുടെ ശ്രമം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? എന്താ സംഭവിക്കുന്നത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായത്തിലെ 36-ാമത്തെ വചനം ഇപ്രകാരമാണ്: അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. എന്താണ് അർത്ഥം? അലൈസല്ലാഹു ബികാഫിൻ, അല്ലാഹു പോരെ, അല്ലാഹു മതിയായവനല്ലേ? ആർക്ക്? അബ്ദഹു, അല്ലാഹുവിന്റെ അടിമക്ക്. അല്ലാഹുവിന്റെ അടിമയുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ, അവന്റെ സങ്കടങ്ങൾ കേൾക്കാൻ, അവന്റെ പ്രാർത്ഥനകൾ കേൾക്കാൻ, അവന്റെ ജീവിതത്തിന്റെ മോഹങ്ങൾ പൂവണിയിപ്പിക്കാൻ അല്ലാഹു പോരെ അവന്? എന്നിട്ട് അല്ലാഹു ഒരു പച്ചപ്പരമാർത്ഥം നമുക്ക് പറഞ്ഞിരാണ്: വയുഖൗവിഫൂനക ബില്ലദീന മിൻ ദൂനിഹി. ഈ ലോകത്ത് കുറെ മനുഷ്യന്മാരെ അള്ളാഹുവിനെ കൂടാതെ മറ്റു ചിലരുടെ പേര് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കും. ആ ഓര കുറ്റക്കേട്, ഓര ശാപം, ഓര് വിചാരിച്ച അങ്ങനെ നടക്കും, ഇവിടെ വിചാരിച്ച അങ്ങനെ നടക്കും, അങ്ങേ ദീർഘക്ക് അങ്ങനെ കഴിവുണ്ട്, ഇങ്ങേ ദീർഘക്ക് ഇങ്ങനെ കഴിവുണ്ട്, ഇവരെ പേടിക്കണം, ഇവരെ പേടിക്കണം, ഇവരെ പേടിക്കണം, ഇവരെ പടക്കാൻ പാടില്ല, ഇവരെ പടക്കാൻ പാടില്ല, ഇവരെ പടക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുകയാണ് മനുഷ്യന്മാർ. അല്ലാഹു പറയാണ് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹുവിന്, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോരെ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ചൂഷണം ചെയ്യാൻ വരുന്ന സകല ആളുകളോടും ധൈര്യത്തോടു കൂടി നമ്മൾ പറയണം: ഹസ്ബുനല്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹ് മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലാഹ് മതി. ഞങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും നോക്കൂ. അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, സൂറത്ത് ഫാത്തിറിന്റെ 13-14 വചനങ്ങളിൽ അല്ലാഹു പറയാണ്: ദാലികുമുല്ലാഹു റബ്ബുക്കും, ദാലികുമുല്ലാഹു റബ്ബുക്കും, നിങ്ങളുടെ റബ്ബായ അല്ലാഹു, ലഹുൽ മുൽക്കു, അവനാകുന്നു സർവാധികാരങ്ങളും. അള്ളാഹുവിന്റെ അധികാരത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും. അതിൽ കൈകടത്താനോ അതിലെന്തെങ്കിലും മാറ്റമുണ്ടാക്കാനോ ഒരു ചെറിയ ചലനമെങ്കിലും ആ കാര്യത്തിൽ ഉണ്ടാക്കാനോ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ലഹുൽ മുൽക്ക്. ഇനി ബാക്കി കേട്ടോളി കേട്ടോ, എത്ര കൃത്യമായിട്ട്, എത്ര പച്ചക്കാണ് അല്ലാഹു കാര്യം പറയുന്നത്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി, നിങ്ങളുടെ മനസ്സിന്റെ തേട്ടങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി ആ അല്ലാഹുവിനെ കൂടാതെ, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏത് ശക്തി, മനുഷ്യനോ മരമോ കല്ലോ മരിച്ചതോ ഔലിയയോ ആരാവട്ടെ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്തും മായം ലിഖൂന മിൻ ഖിത്മീർ, ഈ പ്രപഞ്ചത്തിലെ വളരെ ചെറിയ അതിനിസ്സാരമായ ഒരു കാര്യം പോലും അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റൂല. ഫിസിക്സ് ഒക്കെ പഠിച്ചപ്പോ, ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിച്ച ഒരു സിദ്ധാന്തം ഉണ്ടല്ലോ. എന്താണ് ആ സിദ്ധാന്തം? ഈ ലോകത്ത് ഒരു വസ്തുവിനെ പുതിയതായി ഉണ്ടാക്കാനോ ഈ ലോകത്തുള്ള ഒന്നിനെ ഇല്ലാതാക്കാനോ ആർക്കും സാധിക്കൂല. എങ്ങനെ? ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനെ പുതിയതായിട്ട് ഉണ്ടാക്കാനോ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനെ ഇല്ലാതാക്കാനോ സാധിക്കൂല. ഒരു ഗ്ലാസ് വെള്ളം, അത് പറഞ്ഞതാ, ആ വെള്ളം എന്റെ അടുത്ത് തന്നിട്ട് നിങ്ങൾ പറയണേ ഈ വെള്ളത്തിനെ ഒന്ന് നശിപ്പിച്ച് കളയണം. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ കുടിച്ചു, വെള്ളം നശിക്കുമല്ല, വെള്ളന്റെ ഉള്ളിലെത്തും. ഞാൻ ആ വെള്ളം നിലത്തേക്ക് ചിന്തി, വെള്ളം നശിച്ചല്ല, വെള്ളം മണ്ണിലുണ്ടാവും. ഞാൻ ആ വെള്ളം അടുപ്പുകൾ ചിന്തി, ആ അടുപ്പുന്ന ആ വെള്ളം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്കാണ് പൊന്തി, അത് അവിടെ ഉണ്ട്.
അതിന്റെ രൂപമാറ്റം വരുത്താനല്ലാതെ ആ വസ്തുവിനെ ഇല്ലാതാക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല. അതൊരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറി അവിടെ കിടക്കും. അതേപോലെ ഈ പ്രപഞ്ചത്തിലെ പുതിയതായിട്ടൊന്നും ഒരു തുള്ളി ചോരണ്ടാക്കാൻ ഇപ്പൊ രക്തം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ എത്രമാത്രം ആവശ്യമുള്ള കാര്യം. ഇപ്പോഴും എത്ര വലിയ ആശുപത്രി ആവട്ടെ, ഒരാൾക്ക് രക്തം ആണെങ്കിൽ ജീവനുള്ള ഒരാളെ കൊണ്ടുപോയി പരിശോധന നടത്തി ആശുപത്രിന്റെ മുമ്പിൽ നിർത്തണം. എന്തേത്? ഒരു തുള്ളി ചോര. മനുഷ്യന്റെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഗവേഷണ ഫലമായിട്ട് ഒരു തുള്ളി ചോര കൃത്രിമമായി ഭൂമിയിൽ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയണോ? കഴിയില്ലല്ലോ, കഴിയില്ല. അപ്പൊ അള്ളാഹു പറയുന്നത് ഒരു ചെറിയ കാര്യം പോലും, ഒരു നിസ്സാര കാര്യം പോലും ഈ ലോകത്ത് ചെയ്യാൻ മനുഷ്യരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിക്കോ വ്യക്തിക്കോ സാധ്യമല്ല. ഇനി അള്ളാഹ് പറയുന്ന കാര്യം ബാക്കി കൂടി കേൾക്കും. എത്ര നമ്മൾ കേട്ടതാണ് ഈ ആയത്തിലെ. നിങ്ങൾ അവരെ വിളിച്ചാൽ ആരാണത്? അല്ലാഹു അല്ലാത്ത നിങ്ങൾ വിളിക്കുന്ന ആരാവട്ടെ, നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി ഒരു കേൾക്കൂല. 6000 കിലോമീറ്റർ അപ്പുറം ബാഗ്ദാദിൽ മറ ചെയ്യപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ ഇവിടുന്ന് യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിച്ചാൽ വിളി കേൾക്കുമെന്നതിന് ഒരു തെളിവില്ല എന്നല്ല, വിളി കേൾക്കൂല എന്നതിന് വിശുദ്ധ ഖുർആൻ തെളിവാ. ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളുടെ ദുആ കേൾക്കൂല. വലൗ സമിഉ, ഇനി നിങ്ങൾ കേട്ടു എന്നാണ് വിചാരിക്കുക, തർക്കിക്കാൻ വേണ്ടി പറയും. വലൗ സമിഉ, ഇനി അവർ കേട്ടു എന്നിരിക്കട്ടെ. മസ്തജാബു ലക്കും, നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് തരാൻ, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാൻ അവർക്ക് സാധിക്കുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, വയൗമൽ ഖിയാമത്തി, നാളെ പരലോകത്തെ യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ഈ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും. എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ശിർക്കിനെ നിഷേധിക്കുന്നു പറഞ്ഞ് മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ ഹാജരാക്കിയിട്ട് അല്ലാഹു ചോദിക്കും, മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, ഈ ആളുകൾ നിന്നെ വിളിച്ച് തേടിയിരുന്നു, നീ പറഞ്ഞിരുന്നോ ആവശ്യങ്ങൾ വരുമ്പോ നിന്നെ വിളിച്ച് തേടാൻ നീ അവരോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ അത് പറഞ്ഞിട്ടില്ല, മരിച്ചതിന് ശേഷം ഞങ്ങൾ അവർ ചെയ്തതാണ് എന്താണ് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല, ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളെ അവർ വിളിച്ചത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവരുടെ ശിർക്ക്, അല്ലാഹു പറഞ്ഞത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഏർപ്പാടിനെ ശിർക്ക് എന്നാണ് പറഞ്ഞേ. ഈ ശിർക്കിനെ അവർ നിഷേധിക്കുന്നവരെ. അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിന്റെ ഏത് പ്രയാസത്തിലും ഏത് ബുദ്ധിമുട്ടിലും ഏത് കഷ്ടപ്പാടിലും ഒരു മുസ്ലിം വിളിക്കേണ്ടത് ഹസ്ബുനല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി, എനിക്ക് അല്ലാഹു മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്നില്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി റെഡിയാക്കി നിർത്തിയേക്ക. തീ ഇങ്ങനെ ആളിക്കത്തുമ്പോ ഇബ്രാഹിം നബിന്റെ അടുത്ത് ചില ആൾക്കാർ സഹായ വാഗ്ദാനവുമായി വന്ന് ഇബ്രാഹിം നബി ഓരോട് പറഞ്ഞു, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, നിങ്ങൾ പോയിക്കോളി, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബുണ്ട്, എനിക്ക് അല്ലാഹു ഉണ്ട്, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി, ഞാൻ എന്റെ കാര്യങ്ങൾ ആ റബ്ബിൽ ഇതാ ബരമേൽപ്പിച്ചിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ പറഞ്ഞു, മുഹമ്മദ് നബിയെ, ആളുകളൊക്കെ നിങ്ങൾക്കെതിരെ സംഘടിച്ചിട്ടുണ്ട്, കാര്യം അപകടമാണ്, ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, അല്ലാഹു ഉണ്ട് ഞങ്ങളുടെ കൂടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിനെയും കൊണ്ട് നാട് വിട്ട് ചെങ്കടലിന്റെ തീരത്തെത്തി. ശത്രുവിന്റെ ഫിറഔനിന്റെ സൈന്യങ്ങൾ പിന്നാലെ വന്നു. ഒന്നുകിൽ കടലിൽ ചാടി മരിക്കണം, അല്ലെങ്കിൽ വെട്ടേറ്റ് മരിക്കണം, രണ്ടായാലും മരിക്കണം, രക്ഷപ്പെടാൻ മാർഗമില്ല. അവർ കുടുങ്ങി നിന്നപ്പോ അവരൊക്കെ മൂസാ നബിയെ കുറ്റപ്പെടുത്തി, മൂസേ, നീ എന്തിനാ ഞങ്ങളെ വിളിച്ചിറക്കി പോകുന്നത്, കൊല്ലാനോ? മൂസാ നബി പറഞ്ഞു, നിരാശരാവണ്ട, ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. തൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖിന്റെ മടിയിൽ തലവെച്ച് ഹബീബായ റസൂൽ കിടക്കുമ്പോ മുഹാമുഖത്തു കൂടി ശത്രുക്കൾ വാളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോ അബൂബക്കറിന്റെ ചങ്ക് പൊട്ടി. അല്ലാഹുവിന്റെ റസൂലെ, നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ, അവരെങ്ങാനും ഈ ഗുഹയിലേക്കൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കണ്ടാൽ നമ്മുടെ കഥ കഴിഞ്ഞു, നമ്മൾ ഇനി എന്തു ചെയ്യും? സമാധാനത്തോടുകൂടി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അബൂബക്കറെ, നമ്മൾ രണ്ടാളല്ല, നമ്മുടെ കൂടെ മൂന്നാമനായി പടച്ചറബുണ്ട്, ആ പടച്ചറബ് നമ്മുടെ കൂടെ
പേടിക്കേണ്ടായിരിക്കെ എന്തിനാ അബൂബക്കറെ പേടിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ മുദ്രാവാക്യമാണത്. ഹസ്ബുനല്ലാഹ്. മുമ്പിൽ ഇല്ലാതാക്കാൻ വരുന്ന ശത്രുവിന്റെ മുമ്പിൽ, ആട്ടിയോടിക്കാൻ വരുന്ന ശത്രുവിന്റെ മുമ്പിൽ, അഭിമാനത്തെ കിടിച്ചു കീറാൻ വരുന്ന ശത്രുവിന്റെ മുമ്പിൽ, ആ ശത്രുവിന്റെ മുമ്പിൽ ഭയപ്പെടാതെ മുട്ടുപറക്കാതെ ധൈര്യത്തോടുകൂടി പറയണം ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട്, അല്ലാഹു ഉണ്ട് എന്ന് പറയാനുള്ള ധൈര്യം ആണെങ്കിൽ അല്ലാഹുവിനോട് അഭയം തേടണം. എത്ര കൃത്യമായിട്ടാ പഠിപ്പിച്ചേ അല്ലേ? പക്ഷേ സമൂഹത്തിലെ ചൂഷകന്മാർ അല്ലാഹുവിനേക്കാൾ കരുത്തുണ്ട് എന്ന് പറഞ്ഞ് ചില പേരുകൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് മനുഷ്യന്റെ പ്രാർത്ഥനകളൊക്കെ അത്തരം ആളുകളിലേക്ക് തിരിച്ചുവിടുന്ന വൃത്തികെട്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഇസ്ലാഹി പ്രവർത്തകരെ, നമുക്ക് നിശബ്ദരായിരിക്കാൻ സാധിക്കുകയില്ല. ഷിർക്കിന്റെ സകലമായ ചൂഷകരോടും നമ്മൾ നെഞ്ചുറപ്പോടുകൂടി പറയണം, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിന്റെ നിശ്ചയമാണ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. അപ്പോ ഷിർക്കിന്റെ കാവലാളുകളോട് നമുക്ക് പറയേണ്ടതുണ്ട് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. രണ്ടാമത്തെ ഒരു കാര്യം, ഉനീല് ക്ലാസ് എടുക്കുമ്പോ തൗഹീദ് ഒന്നും അല്ലാതെ പറയേണ്ട, അവിടുത്തെ ആൾക്കാരൊക്കെ തൗഹീദ് കേട്ടോലാണ് എന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ ഒരു സങ്കടകരമായ അവസ്ഥ എന്താ? നമ്മളൊക്കെ വീട്ടിലെ 10, 15, 20, 25 വയസ്സുള്ള, നമ്മുടെ ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ പഠിക്കുന്ന, PhD ഒക്കെ നേടിയ അങ്ങനെ ഉയർന്ന നമ്മുടെ മക്കളോട് ഒരു വെള്ള പേപ്പറും പേനയും കൊടുത്തിട്ടേ, മക്കളെ നിങ്ങൾ തൗഹീദിനെ കുറിച്ച് ഒരു 10 സെന്റൻസ് എന്ന് പറഞ്ഞു നോക്കാൻ. അപ്പൊ കാണാൻ നമ്മളെ തൗഹീദിന്റെ വലിപ്പം. നിങ്ങൾ തൗഹീദിനെ കുറിച്ച് ഒരു 10 സെന്റൻസ് എന്ന് പറഞ്ഞു നോക്കി, എത്ര കുട്ടിയൊക്കെ അറിയാം? ഓല കുറ്റം പറയണ്ട. ആരോ ഓല തൗഹീദ് പഠിപ്പിച്ച് മദ്രസയിൽ 3ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ വിശ്വാസ കാര്യങ്ങളിൽ 2ഓ 3ഓ പാഠങ്ങളിൽ 4ഓ 5ഓ പേജിൽ പഠിച്ചതാണ് ആകെ തൗഹീദുമായിട്ടുള്ള അവരുടെ ബന്ധം. ഒരു തൗഹീദ് പ്രഭാഷണത്തിൽ അവർ വരാറുണ്ട്. ഞാനിതാ ഈ സദസ്സിനെ നോക്കിയിട്ടേ പറഞ്ഞുതരാം. ഈ സദസ്സിന്റെ ശരാശരി പ്രായം 50 വയസ്സിന്റെ മേലെയാണ്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ സദസ്സിന്റെ ശരാശരി പ്രായം 50 വയസ്സിന്റെ മേലെയാണ്. എവിടെ നമ്മുടെ 15കാർ, എവിടെ 18കാർ, എവിടെ 20കാർ, എവിടെ 22കാർ, നമ്മുടെ 10 വയസ്സുകാർ എവിടെ? അവരെവിടേക്കാലപ്പോ? അവർക്ക് എവിടേക്കാണ്? നിങ്ങൾ തൗഹീദ് കേൾക്കുക. നിങ്ങൾ മൂസ മൗലവിന്റെ കാലം മുതൽ, അബ്ദുസ്സലാം മൗലവിന്റെ കാലം മുതൽ തൗഹീദ് കേൾക്കാൻ തുടങ്ങിയതാ. നിങ്ങൾ ഇപ്പോഴും തൗഹീദ് കേൾക്കുക. പക്ഷെ കേൾക്കേണ്ടവരെവിടെ? കേൾക്കേണ്ടവരെവിടെ? ആരാണ് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നത്? ആരാണ് അവരെ പഠിപ്പിക്കുന്നത്? നമ്മൾ വിചാരിക്കും എന്റെ മക്കൾ ഉസാറ, ഒരു ചെറുപ്പത്തിലെ മുജാഹിദ് പള്ളിയല്ലേ. കൂട്ടരെ, വിശ്വാസത്തിന്റെ കാര്യത്തിലെ നമ്മുടെ മക്കളുടെ കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ നിരീശ്വര നിർമ്മിതവാദത്തിന്റെ ആ കോട്ടയിലേക്ക് കയറി പോകുന്ന കുട്ടികൾ, ഖുറാഫാത്തിന്റെ കോട്ടയിലേക്ക് കയറി പോകുന്ന കുട്ടികൾ, ദുരാചാരത്തിന്റെ കറുത്ത ചരടും മന്ത്രങ്ങളുമായി മോതിരങ്ങൾ, ഭാഗ്യമോതിരങ്ങളൊക്കെ ഇട്ട് സ്കൂളുകളിലേക്ക് പരീക്ഷ എഴുതാൻ വരുന്ന മുജാഹിദുകളുടെ മക്കളെ സങ്കടത്തോടു കൂടി കണ്ടിട്ടുണ്ട്. ഒരു തൗഹീദ് കിട്ടിയിട്ടില്ല, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അവരത്തരം ക്ലാസുകൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിന് വിശ്വാസത്തിന്റെ നേതാവായ, നമ്മുടെ വിശ്വാസത്തിന്റെ നേതാവെന്ന് വിളിക്കാവുന്ന, ആദർശത്തിന്റെ പിതാവെന്ന് വിളിക്കാവുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ. അബൂബക്കറെ ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ. ആരാ അബൂബക്കർ? അബൂബക്കർ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വരി നിർത്തിയാലേ ആ വരിയിൽ ഏറ്റവും മുന്നിൽ അബൂബക്കർ ഉണ്ടാവുക. അബൂബക്കറിന്റെ കൂടെ നിൽക്കാൻ ഒരാള് ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിൽ ജനിക്കൂല എന്ന് പറഞ്ഞത് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മുഹമ്മദ് നബിയാണ് പറഞ്ഞത്, അബൂബക്കറെ ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ. നമ്മളോട് ഒരാൾ പറയാം, നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണമെന്ന ദേശം കൊണ്ട് നമ്മളെ മൂർത്താവിലെ മുടികെട്ട് നീച്ചു. നിങ്ങളത് പറയണേ, ഞാൻ ചെറുപ്പകാലം മുതൽ മുജാഹിദ് പള്ളിയിൽ കുത്തുബേക്കുന്ന ആളാ, എനിക്കത് ശിർക്ക് പഠിപ്പിക്കണേ അല്ലേ? ഈ സമൂഹത്തിൽ വിശ്വാസത്തിന്റെ ഒന്നാമനായ അബൂബക്കറിനോട് പറയണേ, അബൂബക്കറെ ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ. എന്താ പറഞ്ഞാൽ നിങ്ങള്? ഇത്തഖൂഹാന ശിർക്ക് ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംലി. ഒരു ഉറുമ്പിങ്ങനെ, മറ്റൊരു ഉദാഹരണത്തില് കറുത്ത ഒരു പാറയിലൂടെ കൂരാക്കൂരി ഇരുട്ടത്ത് ഒരു ചെറിയ കറുത്ത ഉറുമ്പിങ്ങനെ അരിച്ചുപോയ ആരാധിയ ടോർച്ചടിച്ചു നോക്കിയ പോലെ ഉറുമ്പിനെ കാണൂല. അതുപോലെ നിങ്ങൾ അറിയാതെ ഒരു രോഗത്തിന്റെ പേരിൽ, ഒരു കടബാധ്യതയുടെ പേരിൽ, ഒരു പ്രയാസത്തിന്റെ പേരിൽ, ഒരു മനസ്സംഘർഷത്തിന്റെ പേരിൽ, ഒരു കുടുംബ പിണക്കത്തിന്റെ പേരിൽ, പ്രിയപ്പെട്ടവരുടെ മരണത്തിന്റെ പേരിൽ, ബാധിച്ച മാരകമായ രോഗത്തിന്റെ പേരിലൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ്
മനസ്സിന്റെ ഉള്ളിലേക്ക് വിടവുകളിലൂടെ ശിർക്കിന്റെ ചെറിയ മോഹങ്ങളും ശിർക്കിന്റെ ചെറിയ തൂമ്പുകളും കടന്നു വരും. അതുകൊണ്ട് അബൂബക്കറെ ശിർക്കിനെ പേടിക്കണം കേട്ടോ, അത് ഉറുമ്പിനേക്കാൾ ഗോപ്യമായിട്ട് വരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരാൾ